അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയാണ്. ഇന്നത്തെ കേക്കും സ്പെഷ്യലാണ്, ഡേയും സ്പെഷ്യലാണ്. ഇതാണ് ഗ്രാവിറ്റി ഡിഫൈയിങ് കേക്ക്. ഈ ഡേ ആയിട്ട് ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാധനം തന്നെയാണിത്. ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ വാങ്ങി വെച്ചിട്ട് ഒരുപാടായെങ്കിലും ഒരു ഓർഡർ ഇതുവരെയായിട്ടും വന്നില്ല. അപ്പോഴാണ് ജൂലൈ 20th വരുന്നത്. ഇനി ജൂലൈ 20th സ്പെഷ്യാലിറ്റി പറയണോ അല്ലേ? യെസ്, ദാറ്റ്സ് മൈ ബർത്ത്ഡേ. അങ്ങനെ സ്വന്തം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാനും ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ കേക്ക്. ഇവിടുത്തെ കുട്ടിപ്പട്ടാളത്തിന് ചോക്ലേറ്റ് ട്രഫിൾ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ കാണുന്ന ഗ്രാവിറ്റി ഡിഫൈയിങ് കേക്ക് അത്ര ഈസി അല്ലായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട്. ഇത് വരുന്ന പാക്കിംഗ് ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതിനെ ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. ഈ സ്റ്റാൻഡ് പല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ സ്റ്റാൻഡ് ഞാൻ അത്ര ഈസിയാണ് അല്ലെങ്കിൽ ഒരാളോട് അത് ഓപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയില്ല. വെയിറ്റ് കൂടുന്നതനുസരിച്ച് സ്റ്റാൻഡ് മറിയുന്നതായും കണ്ടു. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡായിട്ട് വെച്ച് ആ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങൾ പതുക്കെ അതിനെ കിടത്തിയിട്ടാണ് ബാക്കിയുള്ള ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തത്. കാണുമ്പോൾ ഒരു കുഞ്ഞൻ കേക്കായിട്ട് തോന്നുമെങ്കിലും ഒരു 1/2 കിലോ കേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ബൈ ദ ബൈ, എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു ഹായ് പറയാനായിട്ട്. അപ്പോൾ ആൻസ്റ്റീന ആൻഡ് അൻവിക എ ബിഗ് ഹായ്. ഒരു 2 ടയർ കേക്കായിട്ടാണ് ഞാനിത് ചെയ്തത്. സിംഗിൾ ടയർ ആയിട്ടോ 2 ടയർ ആയിട്ടോ 3 ടയർ ആയിട്ടോ വരെ നമുക്ക് ഈ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴായി ഈ സ്റ്റാൻഡ് ഫ്രണ്ടിലേക്ക് വീണും പോകുന്നുണ്ടായിരുന്നു. അത് ബാലൻസ് ചെയ്ത് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ചധികം പാടുപെട്ടു. ഇതിൻ്റെ പാക്കിങ്ങിൽ തന്നെ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടുള്ള കട്ടൗട്ട്സ് ഒക്കെ വരുന്നുണ്ട് അക്രിലിക്കിൽ. അപ്പോൾ നമുക്കതിനാവശ്യമുള്ള കട്ടൗട്ട്സ് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും. നോർമലി വിൻറ്റേജ് തീമിന് ചെയ്യാറുള്ള ഒരു ഡിസൈനൊക്കെ നമ്മൾ 2-3 നോസിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളൊരു കേക്ക് ആയതുകൊണ്ട് അതിനൊന്നും മെനക്കെട്ടില്ല. ഒരൊറ്റ നോസിൽ കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ച് ഗോൾഡൻ റിബൺസും കൂടി വെച്ച് കൊടുത്തു. പിന്നെ അതിന് മാച്ചായി ഒരു ഗോൾഡൻ ക്യാൻഡിലും കൂടി വെച്ചു. അങ്ങനെ കേക്ക് ഒരുമാതിരി സെറ്റായി. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എല്ലാം ചെയ്തു കഴിഞ്ഞ് ഒരു ഡൈനൗട്ടിന് പോയതാണ്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ലേറ്റ് ആവുകയും ചെയ്തു, ഈ കാര്യം മറന്നു പോവുകയും ചെയ്തു. പിന്നീടാണ് കേക്ക് കട്ട് ചെയ്തില്ലല്ലോ എന്നോർത്തത്. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇങ്ങനെയുള്ള വെറൈറ്റി കേക്ക് കട്ടിംഗ് ഒക്കെ നിങ്ങളുടെ ലൈഫിലും വരാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേക്ക് എങ്ങനെയുണ്ട്? ഈ ഒരു ഗ്രാവിറ്റി ഡിഫൈയിങ് കേക്ക് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നന്നായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കാണണേ. സോ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ലിറ്റിൻ. ബൈ ബൈ.